ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹറിൻ്റെ മരിയയുടെ അടുത്തേക്ക് കിരണും കല്യാണിയും കൂടി വരും കേട്ടോ. അപ്പോൾ ആ മരിയയുടെ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളല്ലേ കിരണാണോ? അപ്പോൾ മനോഹറിൻ്റെ ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ, സോറി മാഡം, ഞാൻ മനോഹറിൻ്റെ ഫ്രണ്ടൊന്നുമല്ല എന്ന് പറയാണ്. ആ മാഡം, പിന്നെ ഇതെൻ്റെ വൈഫാണ് കല്യാണി. ആയിക്കോട്ടെ, അല്ല മനോഹറിന് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയണ്ട്, അതിനു മുമ്പ് ഞങ്ങൾക്കൊരു കാര്യം അറിയണം, മനോഹർ മാഡം തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുകയാണ് കല്യാണി. മരിയ പറയുന്നുണ്ട്, അത് പറയുകയാണെങ്കിൽ മനോഹറിൻ്റെ ഭർത്താവാണെന്ന് പറയാണ്. മനോഹർ മാഡത്തിൻ്റെ ഭർത്താവാണെന്നോ? അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായും ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. 2-3 ദിവസം മുമ്പേ ഞങ്ങൾ അമേരിക്കയിൽ പോകാൻ വേണ്ടി പോകുമായിരുന്നു. ആ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നങ്ങളാണ്? അതിൻ്റെ പാസ്പോർട്ടും ടിക്കറ്റും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. മനോഹറിൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിരുന്നു, അതിനുശേഷമാണ് അത് കാണാതായത്. പിന്നീട് അത് അവൾ എടുത്തേന്നൊക്കെ അറിഞ്ഞു. ഞങ്ങളുടെ വിവാഹം ആരും അറിയാതെയാണ് നടത്തിയത്. മനോഹറിന് ഒരുപാട് അമ്മാവന്മാരുണ്ടത്രേ. അമ്മാവന്മാരുടെ പെൺമക്കൾക്കൊക്കെ മനോഹറിനെ തന്നെ കെട്ടണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷെ മനോഹറിന് ഇഷ്ടപ്പെട്ടത് എന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ വെച്ചിട്ടാണ് മിന്നി കെട്ടിയത് എന്ന് പറയണം. അല്ല മേഡം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് കല്യാണി വേണ്ട. എന്താ? അല്ല മേഡം, ഇത്രയും പഠിച്ച് ഇത്രയും വിവരമൊക്കെ ഉണ്ടല്ലോ, ഈ മനോഹർ വിവാഹം കഴിക്കുന്ന സമയത്ത് മനോഹറിൻ്റെ കുടുംബമോ കാര്യങ്ങളോ ഒന്നും മേഡം അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ കല്യാണി അങ്ങനെ പറഞ്ഞത്? കിരൺ പറയണ്ട, അല്ല മേഡം, നമ്മളൊരാളെ കല്യാണം കഴിക്കുമ്പോഴേക്കും അയാളുടെ കുടുംബം എന്താണെന്നും അയാളുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്നും അയാൾ എവിടെയുള്ളതാണെന്നും ഒക്കെ അന്വേഷിക്കില്ലേ? മേഡം അതൊന്നും അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മനോഹർ പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയാണ്. കൊള്ളാം, ഇത് തന്നെയാണ് മേഡത്തിനെ പോലത്തുള്ള പെൺപിള്ളയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഒരാളെക്കുറിച്ച് അന്വേഷിക്കാതെ താലി കെട്ടാൻ മേഡം എങ്ങനെ നിന്ന് കൊടുക്കണത്? ഇതുപോലെ ഒരുപാട് പെൺപിള്ളേർ അവൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇല്ല, ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ, മേഡം വിശ്വസിച്ചേ പറ്റൂ. അവന് തന്നെ അറിയില്ല അവൻ എത്ര ഭാര്യമാരുണ്ട്, അതിലെത്ര കുട്ടികളുണ്ടെന്ന്. അവസാനം അവൻ വിവാഹം കഴിച്ചത് സരിയു എന്ന് പറഞ്ഞ പെൺകുട്ടീനെന്ന്. അതെൻ്റെ അമ്മാവൻ്റെ അങ്കിളുടെ മോളാണ്. അതിനുശേഷം നിഷേനെ വിവാഹം കഴിച്ചായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിയിട്ട് 1 മാസം ഒരുമിച്ച് നിന്നു. അതിനുശേഷം അവൾ സത്യങ്ങളെ കാണുമ്പോൾ അവനെ ഉപേക്ഷിച്ചു. കഴിഞ്ഞ 1 മാസം മുമ്പ് നിത എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോയപ്പോൾ ആ വിവാഹം മുടക്കിയത് കല്യാണിയും കൂട്ടുകാരും കൂടി ചേർന്നിട്ടാണ്. അവൻ്റെ ഭാര്യമാർ ഇവിടെയൊക്കെ ഈ ലൊക്കേഷനിൽ തന്നെ ഒരു 3-4 പേരുണ്ട്. മേഡത്തിന് അത്രക്കും സംശയമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുവാണെങ്കിൽ എല്ലാവരും ഞങ്ങൾ കാണിച്ചു തരാം. എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഫോട്ടോസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കല്യാണി ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ മരിയക്ക് സത്യം മനസ്സിലാവുന്നുണ്ട്. പറയുന്നുണ്ട് കിരൺ, അതെ അവൻ്റെ പേര് മനോഹർ എന്നല്ല കേട്ടോ, മുരുകൻ എന്നാ. മൂന്നാർ മുരുകൻ. പാസ്പോർട്ടിൽ മനോഹർ എന്നാണല്ലോ കിടക്കുന്നത്. അത് അവൻ്റെ കള്ള പാസ്പോർട്ടാണ്. ഇത്രയും കള്ളം പറയുന്ന ഒരു പാസ്പോർട്ട് ഉണ്ടാക്കാനുണ്ടോ മേഡം? ബുദ്ധിമുട്ട്. എന്നാലും അവൻ ഇത്ര ചതിയനായിരുന്നു. എന്നാലും മേഡം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അവൻ്റെ ഇന്ന് അവൻ്റെ ഭാര്യ അടിച്ചു പൊട്ടിച്ചപ്പോൾ ഹോസ്പിറ്റൽ ICUയിൽ കിടക്കുകയാണ്. അല്ലാതുണ്ടെങ്കിൽ മേഡത്തിനെ കൊണ്ട് അവനിപ്പോൾ അമേരിക്കയിൽ പോയാനെ. മേഡം ഒരു സത്യം അറിയില്ലായിരുന്നു. അവൻ്റെ കോടീശ്വരൻ എന്നല്ല, ഇതന്നെ അവൻ്റെ തൊഴിൽ. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കും, അതിൻ്റെ സ്വത്തും പണവും ഒക്കെ അടിച്ചു മാറ്റി വേറെ സ്ഥലത്തേക്ക് മുങ്ങും പൊങ്ങും. ഇതന്നെ അവൻ്റെ ജോലി. ഇപ്പോൾ അവൻ്റെ കുട്ടിയുണ്ട് സാരയിൽ, ഒരു പെൺകുട്ടിയാണ്. അവൾക്കാണെങ്കിൽ മാനസിക നില തെറ്റിയ പോലെയാണ്. അവളെ ഹോസ്പിറ്റലാക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഹോസ്പിറ്റലിലോ? അതെ, മനോഹറിന്റെ തല അടിച്ചു പൊട്ടിച്ചു ICUയിൽ അവൻ കിടക്കണത്. അവളുടെ മാനസികത തെറ്റിയിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു. ഞങ്ങളത് ശ്രദ്ധിച്ചായിരുന്നു. ഇന്ന് അവൾക്ക് എല്ലാം കൂടിയായിട്ട് ദേഷ്യം വന്നു. കാരണം അവൾക്കറിയാം ഇന്ന് നിങ്ങൾ അമേരിക്കയിൽ പോവാണെന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കും അവന്റെ തല അടിച്ചു പൊട്ടിച്ചത്. ഇപ്പോൾ ഭ്രാന്താശുപത്രി ഷോക്ക് കൊടുത്തിരിക്കുക സരിയുവിന് എന്ന് കിരൺ പറയുന്നുണ്ട്. ഈ സരിയു എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി ഹോട്ടലിൽ വന്നിരുന്നു. പക്ഷെ ഒന്നും പറഞ്ഞൊന്നുമില്ല. മനോഹറിൻ്റെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. അന്ന് മനോഹർ എന്നോട് പറഞ്ഞത് അവൻ്റെ അമ്മാവൻ്റെ മോളാണ്, ഇതിനു മുമ്പ് വേറെ വിവാഹം കഴിച്ച് ബന്ധം വേർപ്പെടുത്തി അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുവാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലത്തെ ഒരുപാട് കള്ളം അവൻ പറയുന്നുണ്ട് മേഡം. അതുകൊണ്ട് മേഡം എന്തായാലും രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ മരിയ പറയുന്നുണ്ട്, എന്തായാലും എന്നെ ഒരുപാട് പറ്റിച്ചില്ല അവൻ. എന്തായാലും അവൻ പറ്റിച്ച പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അവനെ ശിക്ഷ കൊടുക്കാനായിട്ട് ഇനി മുതൽ ഞാനും ഉണ്ടാകും എന്ന് മരിയ പറയാണ്. ശേഷം കിരണോടും കല്യാണത്തിന് നന്ദിയൊക്കെ പറയണ്ട മരിയ പറയണ്ട, അതേ കിരണേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൺസ്ട്രക്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് കിരണും കല്യാണി തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോകും. തിരിച്ചു വരുമ്പോഴേക്കും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഒരു ഓണം സെലിബ്രേഷനാണ്. അങ്ങനെ കല്യാണം എടുത്ത് പ്രകാശം പറയുന്നുണ്ട്, കല്യാണി മോളെ, ഈ പ്രാവശ്യത്തെ ഓണത്തിന് എനിക്ക് അവിടേക്ക് വരണമെന്ന് ഒരാഗ്രഹമുണ്ട്. നിങ്ങളുടെ മക്കളുടെ കൂടെയും പിന്നെ അമ്മമാരുടെ കൂടെ ഒന്ന് ഓണം ആഘോഷിക്കണം. അമ്മ വരില്ലെന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങളുടെ കൂടെ നിന്ന് ഓണം ആഘോഷിക്കണം, നിങ്ങളുടെ കൂടെ ഇന്ന് സദ്യ കഴിക്കണം. അത് മാത്രമേ ഉള്ളൂ ഈ അച്ഛൻ അവസാനത്തെ ആഗ്രഹം എന്ന് പറയാണ്.
കല്യാണി പറയണ്ട അത് എനിക്ക് മാത്രം പറയാൻ പറ്റില്ല ചാ, വീട്ടിലൊന്ന് ആലോചിക്കണം എന്ന് പറയാണ്. വീട്ടിൽ പോയിട്ട് കല്യാണി ഈ കാര്യം അമ്മയടുത്തും ലക്ഷ്മി അമ്മയടുത്തും കിരണിനോടും പറയുന്നുണ്ട്. അവർക്കൊന്നും ഒട്ടും തന്നെ താല്പര്യമില്ല. വേണ്ട കല്യാണി, അത് ശരിയാവില്ല, അയാളെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ടുള്ള ക്ഷണമൊന്നും വേണ്ട, നീ പുറത്ത് വെച്ച് കാണുമ്പോൾ സംസാരിച്ചോ മിണ്ടിക്കോ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തെടുത്തോ, വീടിനുള്ളിൽ വെച്ചിട്ട് ഒന്നും ചെയ്യേണ്ട, അയാൾ ചിലപ്പോൾ മനുഷ്യ ബോംബായിട്ടായിരിക്കും വരുന്നുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് കിരൺ. കല്യാണി പറയുന്നുണ്ട്, ഇല്ല കിരണേട്ട, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അച്ഛൻ പഴയ പോലെയൊന്നും അല്ല, ഞാൻ എന്തായാലും അച്ഛനെ വിളിച്ചോട്ടെ, ഇനി അച്ഛൻ എത്ര ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവും വെച്ചിട്ട്, അതുകൊണ്ട് വിളിച്ചോട്ടെ കിരണേട്ട എന്ന് പറയാണ്. ശരി, നിനക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ വിളിച്ചോ, പക്ഷേ അമ്മമാരുടെ സമ്മതം കൂടി ചോദിച്ചിട്ട് നീ വിളിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ കല്യാണി ലക്ഷ്മി അമ്മയടുത്തും അതുപോലെ തന്നെ ദേവിയെടുത്തും ചോദിക്കുന്നുണ്ട്, അച്ഛനെ ഒന്ന് വിളിച്ചോട്ടും ചോദിക്കുമ്പോൾ അവരൊട്ടും തന്നെ സമ്മതിക്കുന്നില്ല. ശേഷം കല്യാണി ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷം അവർ സമ്മതിക്കാട്ടോ. അങ്ങനെ കാദംബരിയും കാർത്തികയും കല്യാണിയും കൂടി അത്തപ്പൂക്കളമൊക്കെ ഇടുന്നുണ്ട്. കൂടെ 2 അമ്മമാരും ഉണ്ട്. പ്രകാശൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. പ്രകാശൻ മുഷിൻ്റെ ഡ്രസ്സോട് കൂടി തന്നെയാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ കയറാൻ മടിച്ച് നിൽക്കാണ് പ്രകാശൻ. അച്ഛൻ വീട്ടിലേക്ക് വാ എന്ന് കല്യാണി പറയുമ്പോൾ, വേണ്ട മോളെ, ഞാൻ വരുന്നില്ല, അച്ഛൻ്റെ മുഷിൻ്റെ ഡ്രസ്സാണ്, അഴുക്ക് പിടിച്ച ഡ്രസ്സാണ്, ഞാൻ ഇവിടെ നിന്നിട്ട് കണ്ടോളാം എന്ന് പറയാണ്. കിരൺ പറയുന്നുണ്ട്, മുഷിൻ്റെ ഡ്രസ്സാണെങ്കിലും അഴുക്ക് പിടിച്ചാലും ഡ്രസ്സിനല്ലേ കുഴപ്പമുള്ളൂ, അങ്ങനത്തെ ഉള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾ അകത്ത് കേട്ടാറുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ചെളിയുണ്ടോയെന്നാണ് ഞങ്ങൾക്ക് സംശയം എന്ന് പറയാണ്. ഇല്ല മോനെ, അങ്ങനെയൊന്നുമില്ല എന്ന് പ്രകാശൻ പറയുന്നുണ്ട്. കല്യാണി പ്രകാശനെ വെച്ചിട്ട് അകത്തേക്ക് കയറുവാട്ടോ. ശേഷം ഒരു പുതിയ ഓണക്കൊടി പ്രകാശനെ സമ്മാനിക്കുന്നുണ്ട്. അച്ഛാ, ഇത് ഞാൻ അച്ഛന് വേണ്ടി വാങ്ങിച്ചതാണ്, അച്ഛൻ ഇതിട്ടിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓണക്കൊടി കൊടുക്കുകയാണ്. പ്രകാശൻ ആ ഓണക്കൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ രതീഷും കാദംബരിയും കാർത്തികയൊക്കെ തന്നെയുണ്ട് കേട്ടോ. രതീഷ് പറയണ്ട, ആഹാ കടുവ ആളാകെ മാറിയല്ലോ എന്ന് പറയാണ്. കിരൺ പറയണ്ട, അതെ അതെ ശരിക്കും മാറി എന്ന് പറയുമ്പോഴേക്കും ഇനി സ്വഭാവം മാറോ ഇല്ലയോ എന്ന് മാത്രമേ ഒരു സംശയമുള്ളൂ എന്ന് പറയുമ്പോഴും, മക്കളെ നിങ്ങൾ എന്നെ ഇനി സംശയിക്കല്ലേ, ഞാൻ പഴയ പ്രകാശനല്ല എന്ന് പറയാണ്. ശരി എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഓണമായിട്ട് നശിപ്പിക്കേണ്ട ഒന്നും, ഞങ്ങൾ ഈ ഒരു ദിവസം വിശ്വസിച്ചിരിക്കണമല്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, എന്ത് അല്ല പായസത്തിലോ സാമ്പാറിലോ എന്തിനും ചേർക്കാൻ വിഷമോ എന്തിനൊക്കെ ആയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, എന്തിനാ മക്കൾ ഇങ്ങനെയൊക്കെ പണത്, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പരിശോധിക്കാം എന്ന് രതീഷിനോട് പ്രകാശം പറയാണ്. സാരില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ അത്തക്കള പൂക്കളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ലക്ഷ്മിയും ദീപയൊക്കെ പ്രകാശനെ ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. പ്രകാശൻ സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരും അവിടെ നിന്ന് മാറിക്കളയാണ്. കല്യാണി പറയണ്ട, അച്ഛൻ വിഷമിക്കേണ്ട, അവരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാഞ്ഞു പോവില്ലല്ലോ, അച്ഛൻ അത്രമാത്രം അച്ഛൻ്റെ ഭാര്യമാരെ ദ്രോഹിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടിട്ടാ എന്ന് പറയാണ്. എല്ലാം മോളെ, ബൈജുവും പാറു ഒന്നും വരില്ലേ, അവരെ വരുമെന്ന് ഉറപ്പില്ലച്ചാ, അമ്മുമ്മ വരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മമ്മനെ ഞാൻ വിളിച്ചായിരുന്നു, അമ്മമ്മ പക്ഷെ സായാഹ്നത്തിലായിരിക്കും എന്ന് പറഞ്ഞു. കിരണിൻ്റെ അച്ഛനും അമ്മയും അവരൊക്കെ വൈകിട്ട് എത്തുവച്ചാന്ന് പറയണം. സോണി ആൽബിയൊക്കെ വരുന്നുണ്ടോ, എല്ലാവരും വൈകുന്നേരം എത്തുമെന്ന് പറയാണ്. എന്തായാലും അവർ വരുന്ന മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം മോളെ, അത് പറ്റില്ല, അച്ഛൻ ഇവിടെ നിൽക്കണം എന്ന് പറയാണ്. അങ്ങനെ ഓണത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓണത്തിന് സദ്യ വിളമ്പണ സമയത്ത് പ്രകാശൻ ദീപെടുത്തും ലക്ഷ്മിയെടുത്തും ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പെമ്മക്കൾക്ക് വായിൽ ഒരു ഉരുള ചോറ് കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. കല്യാണി പറയണ്ട, അതിനെന്താ വെച്ചാൽ അവരുടെ സമ്മതം ചോദിക്കുന്ന, അച്ഛൻ ചോറ് വാരി തന്നോന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശൻ 3 ഉരുള ചോറ് എടുത്തിട്ട് കാർത്തികക്കും കല്യാണിക്കും കാദംബരിക്കും വായിൽ വെച്ച് ഊട്ടുവാട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ വന്നുകൊണ്ട് പിന്നീട് കിരൺ അവിടെ ഒരുമിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓണം സെലിബ്രേഷൻ്റെ പ്രൊമോ ഇത്രേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും മനോഹർ ICUന്ന് റിക്കവർ ആവുന്ന ഭാഗവും കൂടി ഉണ്ട്. മനോഹറിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓർമ്മകളൊന്നും നഷ്ടപ്പെട്ടില്ല, പക്ഷെ സരിയു മുഴുപ്രാന്തിയായിട്ട് സെല്ലിൽ തന്നെ കിടക്കുന്ന കാഴ്ചയും കാണാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.